കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോഴേ തളർന്നു പോകുമല്ലോ നമ്മള്. അപ്പൊ ഒരു കംബാക്ക് എടുത്ത് വരാനുള്ള ബ്രേക്സും വർക്കിൽ നിന്നുള്ള ഗ്യാപ്പും ഒക്കെ ഗൗരി എടുക്കാറുണ്ട്. എനിക്ക് നല്ല ഗ്യാപ്പ് ഉണ്ട്. എനിക്ക് ധാരാളം സമയമുണ്ട്. ഞാൻ അങ്ങനെ ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആളല്ല, എനിക്ക് തോന്നുന്നതാണത്. എനിക്ക് ഒരുപാട് സമയമുണ്ട്. ഇപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം എനിക്ക് നമുക്ക് ഓഫ് സീസൺ ടൈമാണ്. മഴ ജൂലൈ ഒരാഴ്ച മുന്നേ ആണ് ഷോ. ഇനിയിപ്പോൾ ഒരു ഓഗസ്റ്റ് വരെ നമുക്ക് ഒരുപാട് ഫ്രീ ടൈം ഉണ്ട്. സമയത്തിന് നമുക്ക് യാതൊരു കുറവുമില്ല. ഇരുന്ന് വിഷമിക്കാനും ഇരുന്ന് റെസ്റ്റ് എടുക്കാനുള്ള ഒരുപാട് സ്പേസ് എനിക്കുണ്ട്. അങ്ങനെ എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കണം, എപ്പോഴും എന്തെങ്കിലും അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. അപ്പൊ ആ ഇരിക്കുന്ന സമയം തന്നെ എനിക്ക് ധാരാളമാണ്. ബ്രേക്ക് എടുക്കാനും റെസ്റ്റ് എടുക്കാനും എല്ലാം അതെല്ലാം ആവശ്യത്തിനുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ സോർട്ടഡ് ആണ്. ഈ ഇൻസെൻസിറ്റീവ് ആയിട്ട് ബിഹേവ് ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ടല്ലോ ലൈഫിലും, അനോണിമസ് ആയിട്ടുള്ള മുഖങ്ങളില്ലാത്ത ഒരുപാട് പേര്. ഈ സെയിം സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആളോട് ഗൗരിക്ക് എന്തായിരിക്കും പറയാനുള്ളത്? ഇപ്പൊ അങ്ങനെ ഒരാൾ ഇത് ഗൗരിയാണെന്ന് കണ്ടിട്ട് ഇത് കേൾക്കാനിരിക്കുകയാണെങ്കിൽ ആ ഒരു വ്യൂവറിനോട് ഗൗരിക്ക് എന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഒന്ന്, ഇൻസെൻസിറ്റീവായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരാളെന്ന് പറയുന്നത് അയാളുടെ ജീവിതം അത്രയും കഷ്ടത്തിലാണ് എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. ഞാൻ പേഴ്സണലി ഒരിടത്തും പോയിട്ട് കമന്റ് സെക്ഷനിൽ പോയിട്ട് ഒരാളെ ചീത്ത വിളിക്കുന്ന ആളല്ല. ഐ കൻ നെവർ തിങ്ക് അബൌട്ട് ഡൂയിങ് ദാറ്റ്. അത്രയും മോശമായിട്ടുള്ളൊരു മാനസികാവസ്ഥയിലും അത്രയും മോശമായിട്ടുള്ള ജീവിത സാഹചര്യത്തിലുമാണ് എന്നുള്ളത് കൊണ്ടാണ് ആളുകൾ എങ്ങനെ പെരുമാറുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. അത് എൻ്റെ നേരെ ഇവർ ബഹളം വയ്ക്കുന്നത് ഇസ് കംപ്ലീറ്റ്ലി അബൌട്ട് ദം. അതാണ് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് അങ്ങനെ ഒരാൾ ഓർക്കേണ്ട കാര്യം. അറ്റാക്ക് ചെയ്യപ്പെട്ട ഒരാൾ ഓർക്കേണ്ട കാര്യം അത് നിങ്ങളെക്കുറിച്ചല്ല, അത് ചെയ്ത ആളെക്കുറിച്ചാണ്. അയാളെക്കുറിച്ചും അയാളുടെ കഷ്ടപ്പാടുകളെക്കുറിച്ചും അയാളുടെ ജീവിതം എന്ത് ദയനീയാണെന്നുള്ളതാണ്. അതിന്റെ റിഫ്ലക്ഷൻ മാത്രമാണ് വരുന്നത്. അല്ലെങ്കിൽ ഇപ്പം നമ്മളത് ചെയ്യുമെന്ന് മാത്രം ആലോചിച്ചാൽ മതി. മീ ബീങ് എ വെരി ഹാപ്പി പേഴ്സൺ കമ്മിങ് ഫ്രം എനിക്ക് എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഇപ്പം വളരെ നല്ലൊരു സ്പേസിലാണ്. ഈ സ്പേസ് ഇരിക്കുന്ന ഞാൻ ഒരിക്കലും ഒരാളെ പോയിട്ട് കമന്റ് സെക്ഷനും ചീത്ത വിളിക്കില്ല, നേരിട്ടും ചീത്ത വിളിക്കില്ല, ഇൻബോക്സും ചീത്ത വിളിക്കില്ല. എന്തുണ്ടെങ്കിലും നമ്മൾ സമാധാനമായിട്ട് കാര്യങ്ങൾ പറയുള്ളൂ, ഡീലിയുള്ളൂ. അപ്പം ആ സമാധാനം ഇല്ലായ്മ അയാൾ അത്രയും ഒരു വൃത്തികെട്ട അവസ്ഥയിലുള്ള ഒരാളാണ്. അതുകൊണ്ട് ഇവിടെ കൊണ്ട് ഇറക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആൻഡ് അതിൽ നിങ്ങൾ ഹേർട്ട് ആവുന്നുണ്ടെങ്കിൽ ആ ഹേർട്ട് ആയി എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യാം. ഇതിൽ ഞാൻ വിഷമിക്കാൻ പാടില്ല, ഇതിൽ ഞാൻ പേടിക്കാൻ പാടില്ല, റെസിസ്റ്റൻസ് നിർത്തിയിട്ട് ഇറ്റ്സ് ഓക്കെ ദാറ്റ് യു ആർ സ്കാഡ്, ഇറ്റ്സ് ഓക്കെ ദാറ്റ് യു ആർ സാഡ്. നിങ്ങൾക്ക് വിഷമം വരും, നിങ്ങളൊരു മനുഷ്യനാണ്, നിങ്ങളൊരു സോഷ്യൽ ജീവിയാണ്. വിഷമം ഇരുന്ന് കരഞ്ഞു തീർക്കുക. പേടിയുണ്ടെങ്കിൽ അത് ഡീൽ ചെയ്തിരുന്നിട്ട് അത് സൂത്ത് ചെയ്യുക, സെൽഫ് സൂത്ത് ചെയ്യുകയോ പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുകയോ അല്ലെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാവുന്ന ആളുകളുടെ അടുത്ത് പോയിട്ട് പറയുകയോ ചെയ്ത് ഡീൽ ചെയ്യുക. ഒരിക്കലും നിങ്ങൾക്ക് അയാൾ വന്ന് പറഞ്ഞു എന്നുള്ളത് നിങ്ങളെ വിഷമിപ്പിച്ചു എന്നുള്ളത് നിങ്ങളൊരു വീക്ക് പേഴ്സൺ ഒന്നും ആവുന്നത്. ഇറ്റ്സ് നത്തിങ് ലൈക്ക് എ വീക്ക് പേഴ്സൺ, സ്ട്രോങ് പേഴ്സൺ, അങ്ങനെയൊന്നും ഇല്ല. ഇതൊക്കെ നമ്മൾ തന്നെ കാണിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ എല്ലാവർക്കും വിഷമവും കാര്യങ്ങളൊക്കെ വരും. അപ്പം അങ്ങനെ വീക്ക് സ്ട്രോങ് ഒന്നും ഇല്ല. അത് നിങ്ങൾക്ക് വിഷമിക്കണമെങ്കിൽ നിങ്ങൾ വിഷമിക്കാം, അത് പേടിക്കണമെങ്കിൽ പേടിക്കാം. ചിലപ്പം കുറേ ദിവസം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാണ്ട് അല്ലെങ്കിൽ തിരിച്ച് ലോഗിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലൊക്കെ നിങ്ങൾ സ്റ്റക്ക് ആവണമെങ്കിൽ ഇറ്റ്സ് ഓക്കെ. നിങ്ങൾ നിങ്ങളുടെ സേഫ്റ്റിയെ മുൻനിർത്തി, ഇമോഷണൽ സേഫ്റ്റിയെ ഫിസിക്കൽ സേഫ്റ്റിയെ മുൻനിർത്തി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാം. അത്രേ ഉള്ളൂ.